Okay, quick status update from Midtown High. Of course, നിങ്ങൾക്കെന്നെ അറിയാം പീറ്റർ പാക്കർ AK the spectacular web ball of incredibleness known as Spider-Man. എൻ്റെ ലൈഫ് ആകെ അപ്സൈഡ് ഡൗൺ ആയത് ഷീൽഡിൻ്റെ സൂപ്പർ സ്പൈ ആയ നിക് ഫ്യൂരി എന്നോട് സംസാരിച്ചപ്പോഴാണ്. ഞാനൊരു അൾട്ടിമേറ്റ് അമേസിംഗ് ആകണമെങ്കിൽ ഐ വുഡ് ഹാവ് ടു സ്കൂൾ എ ബഞ്ച് ഓഫ് ന്യൂ ഗൈസ് ദം ഫ്യൂരി അവരെ കൊണ്ടുവന്ന് എൻ്റെ സ്കൂളിൽ തന്നെ തിരികെ കയറ്റി. അതുകൊണ്ട് തന്നെ നോർമൽ ഹൈസ്കൂൾ ലൈഫിലെ പ്രശ്നങ്ങളിലൂടെ മാത്രം കടന്നു പോയാൽ പോരാ, നമുക്കൊന്ന് ചുറ്റിക്കറങ്ങി നോക്കിയാലോ. ഈ ടേബിളിനെ ഞാൻ വിളിക്കുന്നത് സിൽവർ സഫേഴ്സ് എന്നാണ്. Sweet wicked. Wicked. ഹൾസ് പരസ്പരം സ്മാഷ് ചെയ്യും. ഭാഗ്യത്തിന് ഇവരുടെ ശല്യമൊന്നും ഇല്ലാത്ത ഒരു പ്ലേസ് എനിക്കുണ്ട്. സാം, എൻ്റെ ടേബിളിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് MJ ആൻഡ് ഹാരിയും. Jacket. സാം ഈസ് ആൾസോ നോൺ ആസ് നോവ ദ ഹ്യൂമൻ റോക്കറ്റ്. നിനക്കെന്താ വട്ടായ പാർക്കർ? ഇതെൻ്റെ ടേബിളാണ്. പീറ്റർ പാർക്കറിൻ്റെ ടേബിളും പീറ്ററിൻ്റെ കൂട്ടുകാരും ചോക്ലേറ്റും പീനട്ട് ബട്ടറും കൂട്ടി കലർന്ന പോലെയാണ്. എനിക്കതൊട്ടും ഇഷ്ടമല്ല, മനസ്സിലായോ? ലുക്ക്, എനിക്ക് പീനട്ട് ഇഷ്ടമല്ല. ലുക്ക്, നിങ്ങളുടെ സ്വന്തം വഴിയിൽ നിങ്ങൾക്ക് കൂളായിട്ടിരിക്കാം. ഐ എഗ്രി, ബട്ട് സ്പൈഡർമാൻ ഫ്യൂരിയുടെ ആ സൂപ്പർ ഗ്രൂപ്പ് പരിപാടി പുറത്തു മാത്രമേ ചെയ്യൂ. എൻ്റെ സ്കൂളിനുള്ളിൽ അതെൻ്റെ ടൈമും എൻ്റെ റൂൾസുമാണ്. നിന്റെ വായിൽ നിന്ന് വരുന്ന വേർഡ്സൊന്നും ഞാനിപ്പോൾ ശ്രദ്ധിക്കാറില്ല. ഇന്നലെയോടെ നിർത്തി. ഫ്യൂരി എന്നെ ഈ ടീമിൻ്റെ ലീഡറാക്കിയതിൻ്റെ ദേഷ്യത്തിലാണ് നീ. എനിക്ക് ദേഷ്യമൊന്നുമില്ല, കാരണം ഇവിടെ ആരും ലീഡർ ആവാൻ പോകുന്നില്ല. പൈജാമ ധരിച്ച ഈ വെബ് ഹെഡ് ഒന്നും ഒരിക്കലും ആവില്ല. എൻ്റെ കയ്യിൽ നല്ലൊരു ഐഡിയ ഉണ്ട്. നമുക്കിത് ഡിറ്റൻഷൻ ക്ലാസ്സിൽ വെച്ച് തീർക്കാം. ഡിറ്റൻഷനോ? പ്രിൻസിപ്പൽ കോൾസൺ, എൻ്റെ ലൈഫിൽ ഇന്നേ വരെ എനിക്ക് ഡിറ്റൻഷൻ കിട്ടിയിട്ടില്ല. ഇന്നെൻ്റെ ആൻറ്റി എന്നെ എന്തായാലും കൊല്ലും, എന്നിട്ട് എന്നെ സോംബിയാക്കി വീണ്ടും കൊല്ലും. ഗുഡ് ജോബ് വിത്ത് ദ റോൾ പ്ലേ യു ഗൈസ്. ദാറ്റ് വാസ് പെർഫെക്റ്റ്. അപ്പോൾ ഇതൊരു സീക്രട്ട് ഷീൽഡ് പ്രോഗ്രാമിനായി നമ്മളെല്ലാവരും ഒന്നിച്ചു കൂട്ടാൻ വേണ്ടി ചെയ്തതാണല്ലേ? ഞാൻ വിചാരിച്ച സീരിയസ് ആണ്. ഡിഫൈൻ സീരിയസ്. ഓക്കെ, ഇത് കൊള്ളാലോ. മൂവ് യുവർ വെബ്സ്. എൻ്റെ പുറത്ത് ഭയങ്കര വേദന എനിക്ക് തോന്നുന്നുണ്ടല്ലോ. പാർക്കർ, നിന്റെ ഹെൽമെറ്റിന്റെ ഈ കോർത്ത ഭാഗങ്ങൾ കറക്റ്റ് ഷേപ്പിലാണുള്ളത്. Boys, where are we? Attention, all SHIELD personnel, prepare to surface. The helicarrier. I love this job. അങ്ങനെ ഒരു ഹെലി കാരിയറിലാണ് അവർ പോകുന്നത്. ഇതിനിടയിൽ സ്പൈഡർമാനെ തള്ളി മാറ്റി നോവ എയറിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയും. നിന്റെ പ്രോബ്ലം എന്താണെന്ന് എനിക്കറിയില്ല വെബ്സ്, പക്ഷെ നിനക്ക് എന്നോട് ഏറ്റുമുട്ടണമെങ്കിൽ അത് ഇപ്പോൾ തന്നെ ചെയ്യാം. എല്ലാവരും നല്ല ചൂടിലാണല്ലേ? ഔട്ട്സ്റ്റാൻഡിങ്. ഈ അഗ്രഷനൊക്കെ എവിടെ നിർത്തണമെന്ന് നമ്മൾ ഇന്ന് ഈ കോർട്ടിൽ വെച്ച് പഠിക്കും. കോർട്ട് ലൈക്ക് ദി ബോൾ കോർട്ട്. കോർട്ട്. ഇവിടെ എത്തിയാൽ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും, ഹാർഷിലും. അങ്ങനെ നിക് ഫ്യൂരി സ്പൈഡർമാനും ടീമിനും പുതിയ ചലഞ്ചുകൾ കൊടുക്കുന്നു. ഇതിനെ ബാത്റൂം എന്ന് വിളിക്കാം. ഞാൻ എൻ്റെ ഷോർട്സിൽ മൂത്രമൊഴിച്ചു. ഇനി നിന്റെ വെബ് ഷൂട്ടർ വെച്ച് എന്ത് കാണിച്ചാലും കൂടുതൽ ഡ്രോണുകളെ ഞാൻ തന്നെ വീഴ്ത്തും. ഒരു 10 എണ്ണത്തിനെ വീഴ്ത്തുന്നവൻ ജയിക്കും. സ്റ്റാർട്ട്. അങ്ങനെ അവർ രണ്ടുപേരും ആ ഡ്രോണുകളെ വീഴ്ത്താൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടു മണ്ടന്മാരാണല്ലോ. In your face. ജെന്റിൽമാൻ, ഒബ്ജക്റ്റുകളൊന്നും ആക്റ്റീവ് ആക്കാതെ ഈ റൂം ക്രോസ് ചെയ്യാനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പുള്ളി അങ്ങനെയൊക്കെ പറഞ്ഞു? എപ്പോൾ പറഞ്ഞു? വീണ്ടും ഒബ്ജക്റ്റിൽ വീഴാതെ നിങ്ങൾ ഈ റൂം ക്രോസ് ചെയ്യണം. ബ്ലാ ബ്ലാ ബ്ലാ. എൻ്റെ മിസ്റ്റേക്കാ. നിങ്ങളെ ഫീൽഡിലേക്ക് വിടാൻ ഒരുങ്ങിയതായിരുന്നു ഞാൻ. പക്ഷേ ഒരു ടീമായി വർക്ക് ചെയ്യാൻ പഠിക്കുന്നത് വരെ നിങ്ങൾ ആരും പുറത്തു പോകണ്ട. എല്ലാവരും ഗ്രൗണ്ടഡ് ആണ്. ഇതൊട്ടും ഫെയർ അല്ല. ഈ രണ്ട് പൊട്ടന്മാര് കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇവിടെ കൊളാക്കിയതൊക്കെ ടീമായിട്ട് ചേർന്ന് വൃത്തിയാക്കിക്കോണം. ആ സീലിംഗ് ഞാൻ വലിയ ഹീറോ ആവണം, പ്രൊഫഷണൽസിന്റെ കൂടെ വർക്ക് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതാ. ഇപ്പൊ അതാ ഈ മണ്ടന്മാരൊപ്പം ചൂരെടുക്കേണ്ട അവസ്ഥയാ. തണുപ്പ് കൂടുന്തോറും കൊടുങ്കാറ്റും പതുക്കെ ഒരു തണുത്ത കാറ്റായി മാറും. അവനെപ്പോഴും അങ്ങനെയാ. വേഗം വർക്ക് തീർത്ത് നമുക്ക് ഫ്യൂരിയുടെ മുന്നിൽ നമ്മൾ മിടുക്കരാണെന്ന് കാണിക്കണം. ഹേയ് ന്യൂബ്സ്, ഞാനൊരു വർഷത്തിലേറെയായി വില്ലന്മാരെ പിടിച്ച് കൂട്ടിലിടുന്ന ആളാ. കണ്ടോ? ബാഡ്രോക്ക്, മെൽറ്റർ, ടോഡ്, വാൽവിൻഡ്, പിന്നെ ഫ്രൈറ്റ്ഫുൾ 4. കിട്ടിപ്പോയി സ്പൈഡർമാൻ, നീ ഒരു ജീനി. അതല്ല, എനിക്ക് വേറൊരു ഐഡിയ വരുന്നുണ്ട്. ഷീൽഡിന്റെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ലിസ്റ്റിൽ ആരെങ്കിലും നമ്മൾ പിടിച്ചു കൊടുത്താൽ ഒറ്റയടിക്ക് റെസ്പെക്ട് കിട്ടും. റൈറ്റ്, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളെ വേണം പിടിക്കാൻ. ലേഡി പോക്യൂപൈൻ. നോവ, നീ അതിനെ പിടിക്കേ.
പോകുമ്പോൾ കുറച്ച് ബാൻഡേജ് കൂടി കരുതിക്കോ ബടി. എൻ്റെ ലക്ഷ്യം അതിലും വലുതാണ്. ഈ ലിസ്റ്റിലെ ടോപ്പിലെ ആളെ തന്നെ പിടിക്കണം. നമുക്ക് അവനെ പിടിക്കാം, ഡോക്ടർ ഡൂം. ഈ ബുദ്ധിയില്ലാത്ത നോവയ്ക്ക് ഷീൽഡിലെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലിനെ ഒറ്റയ്ക്ക് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ന്യൂസൊന്നും വലിയ രീതിയിൽ നോക്കാറില്ല, പക്ഷേ ഈ ഡൂം എന്ന ആൾ എന്തോ കിങ്ങോ മേയറോ മറ്റോ അല്ലേ. സാമിനറിയാം അയാളെ പിന്നാലെ പോകുന്നത് ഭ്രാന്ത് പിടിച്ച പരിപാടിയാണെന്ന്. അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്ന് ബാക്കി എന്താ സംഭവിക്കുന്നതെന്ന് കണ്ടു നോക്കാം. ലാറ്റ്വേറിയയിൽ അവസാനം എത്തുന്നവർ ഫ്യൂരിയുടെ കണ്ണിൽ പാച്ച് നക്കണം. അതിനെ ഇമ്പൾസ് എന്ന് പറയും. നോവ, ലുക്ക് ഇറ്റ് അപ്പ്. ഇതെങ്ങനെ പറത്തേണ്ടതെന്ന് ആർക്കെങ്കിലും അറിയോ? അവനിട്ട് കൊടുക്കാൻ കുറച്ച് എനർജി ബാക്കി വെക്കണം. സാരില്ല, ഓട്ടോ പൈലറ്റ് ബട്ടൺ കിട്ടി. റെസ്പോൺസിബിളായി ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ട നിമിഷമാണിത്. ഡൂം ശരിക്കും ഒരു ബിഗ് ഡീൽ തന്നെ ആയിരിക്കാം. അതുകൊണ്ട് ലീഡർ എന്ന രീതിയിൽ ഞാൻ ചിന്തിച്ച് ഇത് വേണ്ടെന്ന് വെക്കണം. ഡോണ്ട് വെറി ഗായ്സ്, ഇത് ഞാൻ നോക്കിക്കോളാം. അവൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത് നോക്കി നമ്മൾ കണ്ടു നിൽക്കണോ? അത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ ഒറ്റയ്ക്കാണോ അതോ ഗ്രൂപ്പായിട്ടാണോ പോകുന്നത്? നിന്റെയൊക്കെ സംസാരം ഒന്ന് നിർത്താമോ? നമ്മൾ ഒരു ലാറ്റ്വേറിയയിലും പോയി ഡോക്ടർ ഡൂമിനെ ആക്രമിക്കാൻ പോകുന്നില്ല. നീ പറഞ്ഞത് ശരിയാ, അതൊരു വലിയ വട്ട് പരിപാടിയാ. ഈ ഹെൽമെറ്റിൻ്റെ ഉള്ളിലുള്ളവനോട് കുറച്ച് ബുദ്ധി പറഞ്ഞു കൊടുക്കൂ. ഓ, അവസാനം ആരെങ്കിലും ഒരാൾ തലച്ചോറ് ഉപയോഗിച്ചല്ലോ. ഐ ഹേറ്റ് യു ഗൈസ്. നിനക്ക് ശരിക്കും ഇതിനെ പറ്റി ഒരു ധാരണയില്ലല്ലോ. ഞാൻ നല്ല പാട്ട് കിട്ടുമെന്ന് നോക്ക്, എൻ്റെ മൂടൊക്കെ ഒന്ന് മാറ്റാൻ. അടിപൊളി. ഹേ പവർമാൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആ ഓക്കെ. നമ്മളെ ജയിക്കാൻ സഹായിക്കുന്ന എന്തെങ്കിലും പ്ലാൻ ഉണ്ടാക്കണോ? ഞാൻ ഈ കണക്കൊക്കെ ഒന്ന് തീർക്കുക. കുറച്ച് മണ്ടന്മാരപ്പം ഫൈറ്റിന് പോണ്ടി വന്നാലും ആദ്യം ഹോംവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ, മറ്റെന്ത് കാര്യം. ഇത് വെറും ഫൈറ്റ് ഒന്നല്ല. ഹലോ എഞ്ചേ, നീ വിളിച്ചത് നന്നായി. എന്ത് ഡിറ്റൻഷനോ? അത് കുഴപ്പമില്ല, പാർക്കർ കുറച്ച് കരഞ്ഞു. നമ്മൾ 3 മിനിറ്റിനുള്ളിൽ ലാറ്റ്വെറി എത്തും. എന്നാൽ ശരി, ക്ലീനപ്പ് നിമിഷം താഴെ കാണാം. നമ്മളെ കുറച്ച് അതിര് കടത്തുന്നുണ്ടോ എന്ന് സംശയം. ഇതാണോ ലാറ്റ്വെറിയ? എന്ത് പീസ്ഫുൾ ആയുള്ള അന്തരീക്ഷം. തോന്നുന്നതാ, വെറുതെ ഒന്നും അവൻ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ നമ്പർ 1 ആവില്ലല്ലോ. അല്ല, അടുത്ത പ്ലാൻ എന്താ? ഞാൻ ആ കൊട്ടാരത്തിൽ പോയി കപ്പ് കേക്ക് പാർസൽ എന്ന് പറയും. കപ്പ് കേക്ക് ആർക്കാ ഇഷ്ടമില്ലാത്തത്? ഈ ഒന്നാം തരം മൊണ്ണന്നെ. താങ്ക് യു. അല്ല, ഇതെന്താ ഡൂംസ്ഡേ ആണോ? ഈ ഫയർ വർക്ക് ഒന്നും അത്ര വലിയ സംഭവമല്ല. വാടാ ഡോക്ടർ ഡൂഡോ, ഈ ഉണ്ടാകുന്ന എന്ത് കുന്തായാലും ഞാൻ തച്ചുടക്കിയടാ. ലാറ്റ്വേറിയൻ അതിർത്തിയിൽ ആക്രമിച്ചു കടക്കുന്നത് പണിഷബിൾ ഒഫൻസ് ആണ്. അങ്ങനെ നമ്മുടെ സ്പൈഡർമാനും കൂട്ടരും ചേർന്ന് ഒരുവിധം ഡൂം ബോട്ട്സിനെല്ലാം തീർത്തു. 3 days to retirement. ഈ ചെറിയ പരിപാടിയൊക്കെ തീർത്ത് തന്നതിന് താങ്ക്സ് കളിയാ. ബാക്കിയൊക്കെ ഈ പ്രോകൾ നോക്കിക്കോളൂ. ഓഹ്, എൻ്റെ സ്പൈഡർ സെൻസ് എന്തോ പറയുന്നു. എന്നെ നോക്ക്, ഭയന്നവരൊക്കെ. കാരണം നീയൊക്കെ നിന്റെ ലൈഫിൽ അവസാനമായി കാണുന്നത് എന്നെ ആയിരിക്കും. I am Doom.